എഗ് ഓംലേറ്റ്. നമുക്കിതിന് വേണ്ട സാധനങ്ങൾ: ചോപ്പ് ചെയ്തെടുത്ത ക്യാരറ്റ്, തക്കാളി, സവാള, സ്പ്രിംഗ് ഓണിയൻ, ക്യാപ്സിക്കം, പച്ചമുളക്, 4 മുട്ട, 1 ടേബിൾ സ്പൂൺ മിൽക്ക്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് എഗ് ഓംലേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു നല്ല കുഴിയുള്ള സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുക്കാം. ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചത് ആദ്യം ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മിൽക്ക് ചേർക്കാം. ഓംലേറ്റ് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിൽക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. നമ്മൾ എടുത്ത് വെച്ചേക്കണ പച്ചമുളക് നമുക്ക് ആദ്യം ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് മുട്ട നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത് ഓരോന്നായിട്ട് ചേർക്കാം. അതിന് നമുക്ക് ക്യാരറ്റ് ചേർക്കാം, ക്യാപ്സിക്കം ചേർക്കാം, സവാള ചേർക്കാം, സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം, തക്കാളി ചേർക്കാം. എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. പതുക്കെ മിക്സ് ചെയ്താൽ മതി, അധികം നമ്മളിങ്ങനെ അടിച്ച് പതുക്കരുത്. നമ്മുടെ എഗ് ഓംലേറ്റ് ഉണ്ടാക്കാനുള്ള മുട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്കൊരു പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും, കാരണം അടിയിൽ തീരെ പിടിക്കില്ല. ഈ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ തടവാം. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കണം മുട്ട നമുക്ക് കുറേശ്ശെ ഞാത്തേക്ക് ഒഴിക്കാം. ഒരുമിച്ച് ഒഴിക്കുന്നത് ഓരോ ലെയറായിട്ടാണ് വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കുറേശ്ശെ ആദ്യം ഒഴിക്കാം. നമ്മുടെ മുട്ട ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ നീക്കുമ്പോൾ മുട്ട മൊത്തമായിട്ട് അങ്ങനെ നെയ്യും. എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുട്ടയിൽ നമ്മളിങ്ങനെ റോൾ ചെയ്ത് മടക്കാം. എന്നിട്ട് മുഴുവൻ റോൾ ചെയ്യരുത്, ഇത്രയും റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ടേനെ എടുത്തിട്ട് പാക്ക് ചെയ്യുക. ഇനി നമ്മൾ റോൾ ചെയ്യാത്ത മുട്ടയുടെ കൂടെ കുറച്ചുകൂടി മുട്ട വേറെ ഒഴിച്ചിടും. എന്നാലും നമുക്കിതെല്ലാം ഇങ്ങനെ ഒരുമിച്ച് റോൾ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഇത് വെന്ത് കഴിയുമ്പോൾ ഇത് നമുക്കിങ്ങനെ റോൾ ചെയ്യാം. നമുക്ക് ഇതൊന്നുകൂടി റോൾ ചെയ്യാം. നമുക്ക് ഇങ്ങനെ ബാക്കിൽ ഇനി നമുക്ക് റോൾ ചെയ്യാതെ തന്നെ മുകളിൽ കൂടെ കുറച്ചുകൊണ്ട് വെച്ച് കൊടുക്കാം. എണ്ണ ആവശ്യമുണ്ടെങ്കിൽ കുറേശ്ശെ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ബാക്കിലേക്ക് ഇറക്കി തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ചെയ്യണം. ഇനി നമുക്ക് കുറച്ചും കൂടി മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഒഴിക്കുമ്പോൾ നമ്മൾ റോൾ ചെയ്ത മുട്ടയിനോട് ചേർന്നിട്ട് ഒഴിച്ചു കൊടുക്കണം. നമുക്കൊരു ബാക്കിലേക്ക് ഇറക്കി വയ്ക്കാം. ഇനി കുറച്ചും കൂടി മുട്ട ബാക്കിയുണ്ട്, അതും കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ലാസ്റ്റ് വരുന്ന മുട്ട നമുക്ക് റോൾ ചെയ്ത് ബാക്കിലേക്ക് മടക്കണ്ട. ഇത് നമുക്കിങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങോട്ടേക്ക് മടക്കി വയ്ക്കാം. നമുക്ക് അതൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് സ്റ്റിക്ക് ചെയ്തിരിക്കും. ഇത് നമുക്ക് ഓരോ പീസായിട്ട് കട്ട് ചെയ്യും.